ഈ ഒരു സിനിമ നിർമ്മിക്കുന്ന പണം കിട്ടിയിരുന്നെങ്കിൽ 10-20 മലയാള സിനിമകൾ നിർമ്മിക്കാമായിരുന്നു. ചില പാൻ ഇന്ത്യൻ സിനിമകളുടെ ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മളിൽ പലർക്കും പറയാൻ തോന്നുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും പാൻ ഇന്ത്യൻ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി ചിലവാക്കുന്ന പണം കൊണ്ട് മാത്രം 2-3 മലയാള സിനിമകൾ നിർമ്മിക്കാൻ സാധിക്കും. അതായത് നിലവാരമുള്ള 10-20 ലോ ബഡ്ജറ്റ് മലയാള സിനിമകൾ നിർമ്മിക്കാവുന്ന പണം കൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ പറയുന്ന ചില അന്യഭാഷാ സിനിമകൾ റിലീസാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിനിമക്ക് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ സിനിമയുടെ തിരക്കഥ പ്രേക്ഷകർക്ക് സ്വീകാര്യമാകുന്ന രീതിയിലുള്ളതാണോ, പ്രേക്ഷകർ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണോ, ഇതൊന്നും അന്വേഷിക്കാതെ ബമ്പൻ ബജറ്റിൽ ബഹുഭാഷകളിൽ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാൻ ഇന്ത്യൻ സിനിമകൾ നിർമ്മിക്കപ്പെടുകയാണ്. സമീപകാലത്ത് ഇറങ്ങിയ 2 ബിഗ് ബഡ്ജറ്റ് സിനിമകളെ അവലംബിച്ചാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് സമീപകാലത്ത് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, വളരെയധികം ഹൈപ്പ് നൽകിയിട്ടുള്ള, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വമ്പൻ സംഭവമാകാൻ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള 2 സിനിമകളുണ്ട്. ഈ 2 സിനിമകളും ടെക്നിക്കലി റിച്ചാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. ഇതിൽ വമ്പൻ താരനിര തന്നെയുണ്ട്. അപ്പോൾ വമ്പൻ ബജറ്റിൽ ഒരു സിനിമ ഒരുക്കി ആ സിനിമ ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെന്ന് കരുതി ആ സിനിമ വമ്പൻ വിജയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് 20 കോടിയോ 25 കോടിയോ ഒക്കെ മുടക്കിയിട്ട് 100 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന, ചിലതൊക്കെ 200 കോടിയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകൾ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഈ 2 സിനിമകളും നിങ്ങൾ ഈയിടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമകളാണ്. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള സിനിമ എന്ന അവകാശവാദവുമായിട്ട് റിലീസായിട്ടുള്ള കൽക്കി എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ നാഗശ്വിൻ സംവിധാനം ചെയ്തിട്ടുള്ള കൽക്കിയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രഭാസ് ആ സിനിമ കാണുന്ന പ്രേക്ഷകരെ എത്രത്തോളം സംതൃപ്തിപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ പോലും പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തിയോ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒരു സിനിമയിൽ ഏറെയധികം ശ്രദ്ധിക്കപ്പെട്ടത് അശ്വാത്മാവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അമിതാഭ് ബച്ചൻ്റെ പ്രകടനമാണ്. തീർച്ചയായിട്ടും കമൽഹാസൻ ഈ സിനിമയുടെ 2ാം ഭാഗത്തിലാണ് കൂടുതൽ പെർഫോമൻസിന് സാധ്യതയുള്ളതെന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ കൂടിയും ഈ സിനിമ തിരക്കഥയുടെ ബലഹീനത കൊണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇഴഞ്ഞു നീങ്ങി പ്രേക്ഷകരെ ബോറടിപ്പിച്ചു എന്നുള്ളതാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഈ കൽക്കി എന്ന സിനിമ സാമ്പത്തികമായി വിജയം നേടി മുന്നേറുന്നുണ്ടെങ്കിൽ കൂടിയും സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനേക്കാളും എന്തുകൊണ്ടും മികച്ചത്. അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ ബാലൻസ് ചെയ്യാൻ സെക്കൻഡ് ഹാഫിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ നമ്മുടെ പ്രിയ താരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസാണ്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ പൈസ വസൂൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാന സീക്വൻസുകളാണ് ഈ സിനിമയെ ഏറ്റവും അധികം അട്രാക്റ്റീവാക്കി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി മാറ്റിയത്. ഞാൻ രണ്ടാമത് പറയുന്ന സിനിമ ഉലകനായകൻ കമൽഹാസൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഇന്ത്യൻ 2 എന്ന സിനിമയെ പറ്റിയാണ്. ഇതിൻ്റെ 1ാം ഭാഗമായിട്ടുള്ള ഇന്ത്യൻ എന്ന സിനിമ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കമൽഹാസൻ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് ഇന്ത്യൻ എന്ന സിനിമയുടെ 1ാം ഭാഗം. ഇന്ത്യൻ 2 ടെക്നിക്കലി റിച്ചാണ്. അതിൻ്റെ ആക്ഷൻ സീക്വൻസ് വളരെ എക്സൈറ്റിംഗ് ആണ്. ഇതിൽ ഏറ്റവും പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് മൺമറഞ്ഞ കലാകാരന്മാരെ ഡിജിറ്റലി റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച സിനിമയാണ് ഇന്ത്യൻ 2. അതുപോലെ തന്നെ ഏജിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് കമൽഹാസനെ യൗവനകാലത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ 2-നും പ്രത്യേകിച്ച് ഇന്ത്യൻ 3-ലെ ട്രെയിലറിലൊക്കെ അത് കാണിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജിയും ഫിലിം മേക്കിംഗ് ടെക്നിക്സും വിഷ്വൽ ഇഫക്ട്സും ഇന്ത്യൻ 2 എന്ന സിനിമയിൽ ശങ്കർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇതിൻ്റെ നരേറ്റീവ് സ്റ്റൈൽ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്നുള്ളത് ഖേദകരമായുള്ള ഒരു കാര്യമാണ്. വളരെ പഴകിയൊരു കഥാതന്തു, അല്ലെങ്കിൽ വളരെ ഓൾഡ് സ്റ്റൈൽ ഓഫ് നരേഷൻ ആയിപ്പോയി ഇന്ത്യൻ 2-ന് എന്നാണ് പരക്കെ ആക്ഷേപമുള്ളത്. ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസായപ്പോൾ വൻ ജനസാന്ദ്രത ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും വേണ്ടത്ര രീതിയിലുള്ള ജനത്തിരക്ക് ഈ ഒരു സിനിമ കാണാൻ ഉണ്ടാവുന്നില്ല. കാരണം ഇതിന് ലഭിച്ച സമ്മിശ്ര പ്രതികരണം തന്നെയാണ്. അപ്പോൾ തിരക്കഥയിൽ ഒരുപാട് പാകപ്പിഴകൾ ശങ്കറിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടാത്തൊരു സിനിമയായി മാറിയത്. കമൽഹാസൻ എന്ന അഭിനയ കുലപതിയുടെ അഭിനയത്തെപ്പറ്റി നമുക്ക് എത്ര തന്നെ വാഴ്ത്തിയാലും മതിയാകില്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇന്ത്യൻ 2-ലും മികച്ചു നിൽക്കുന്നു. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസിന് ഈ സിനിമയെ പൂർണ്ണമായിട്ടും രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം.
ഇതിൽ അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സംഗീതവും ഉണ്ട്. അനിൽ രവിചന്ദ്രൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ വളരെ ത്രില്ലിംഗ് ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു. ഇന്ത്യൻ 2 മേക്കപ്പ് നമുക്ക് എന്തോ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളെ പൂർണ്ണമായും കുറ്റം പറയാൻ സാധിക്കില്ല. എവിടെയോ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു സിനിമ ആരാധകൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമകൾ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും നിരാശയുണ്ടാകും. അപ്പോൾ ഈ ഒരു അഭിപ്രായങ്ങൾ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്കിതുമായി യോജിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കതിവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.